നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിൽ ഉണ്ടായ തർക്ക വിഷയം കമ്മികൾ പല വഴിക്ക് കൊണ്ടുപോവുകയാണ്. ഞാനൊന്നും കണ്ടിട്ടുമില്ല ചെയ്തിട്ടുമില്ലേ നാമനാരായണ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ ചില ഉന്നത കമ്മി നേതാക്കൾ. അതുപോലെ പ്രവർത്തകരും പോലീസുകാരുമെല്ലാം. ഡ്രൈവർക്കൊപ്പം നിൽക്കാനോ നാട്ടിലെ പൊതുജനങ്ങൾ മാത്രം. മേയറുടെ തൊലിക്കട്ടി സമ്മതിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. ഉണ്ടായതിനെയൊക്കെ വെള്ളപൂശാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ സത്യത്തെ മൂടിവെക്കാൻ സാധിക്കും? കൂടെ നിൽക്കാൻ കൊച്ചച്ഛനും ചിറ്റപ്പനും കുഞ്ഞമ്മയും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ആര്യക്കൊച്ചിന്റെ ഒരു പിൻബലം എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ അധികാരത്തിന്റെ താക്കോലുണ്ട് എന്ന അഹങ്കാരത്തിൽ ആരെ എന്തും പറയാം, കാണിക്കാം എന്ന വിചാരമാണ് ആര്യയ്ക്കുള്ളത്. ഇപ്പോൾ ആര്യമോൾക്ക് വക്കാലത്തുമായി രംഗത്ത് വന്നിരിക്കുകയാണ് A.A. റഹീം എം പി സാർ വലിയൊരു കണ്ടുപിടുത്തമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആര്യമോളും സച്ചിൻ സാറും ബസ്സിനുള്ളിൽ കയറിയിരുന്നു എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത് തന്നെ വലിയൊരു സംഭവം ആണല്ലോ. പിന്നെ വേറൊരു കാര്യം, സച്ചിൻ ബസ്സിനുള്ളിൽ കയറുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ഡ്രൈവറെ എന്തെങ്കിലും പറയുകയോ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ തനിക്കും കൂടി ഒരു ടിക്കറ്റ് നൽകാൻ കണ്ടക്ടറോട് ആവശ്യപ്പെട്ട ശേഷം ബസ് ഡിപ്പോയിലേക്ക് പോയിക്കോട്ടെ എന്നാണ് സച്ചിൻ പറഞ്ഞതെന്നാണ് MP പറയുന്നത്. അതേപോലെ ബസ്സിൽ യാത്രക്കാരോട് ഇറങ്ങാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ ഇവരൊക്കെ ആരെയാണ് ഇതൊക്കെ ബോധിപ്പിക്കാൻ നോക്കുന്നത്? എന്തായാലും അരിയാഹാരം കഴിക്കുന്ന പൊതുജനങ്ങൾക്ക് ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ സംഭവത്തിൽ വല്യണ്ണൻ ആര്യമോളെ അകമഴിഞ്ഞ് സംരക്ഷിക്കാൻ പെടാപ്പാട് പെടുകയാണ്. എന്തായാലും ആ വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ബസ് കണ്ടക്ടർ തന്റെ നാട്ടുകാരനാണ്, അതിനാലാണ് സംഭവം നടന്നപ്പോൾ തന്നെ വിളിച്ചറിയിച്ചതെന്ന് A.A. റഹീം പറഞ്ഞു. തുടർന്ന് സച്ചിനെ വിളിച്ചു, ആര്യയുമായും സംസാരിച്ചു. സംഭവത്തിൽ മാപ്പ് പറയാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ല. വിഷയത്തിൽ താൻ പോലീസ് ഉദ്യോഗസ്ഥരുമായി അന്ന് സംസാരിച്ചിട്ടില്ല. കണ്ടക്ടർ പറഞ്ഞ മൊഴി എന്താണെന്ന് താൻ പറയുന്നില്ല. ഫേസ്ബുക്ക് പ്രൊഫൈൽ പോരാളി ഷാജിയെ തള്ളിപ്പറഞ്ഞതാണ്. മോശം പദപ്രയോഗം നടത്താൻ ഒരു DYFI പ്രവർത്തകനോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ തള്ളിപ്പറയുമെന്നും സംഭവത്തിൽ ആര്യയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് എന്നും A.A. റഹീം MP പറഞ്ഞു. അങ്ങേയറ്റത്തെ സൈബർ അതിക്രമണമാണ് KK ശൈലജയ്ക്കും ആര്യ രാജേന്ദ്രനുമെതിരെ നടക്കുന്നത്. അല്ല, ഒന്ന് നിന്നേ. അപ്പൊ ഈ KK രമ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ? മറന്നുപോയതാണോ അതോ തഴഞ്ഞതാണോ? അല്ല, MP സാറ് പറഞ്ഞല്ലോ, എല്ലാവർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടകളല്ല ചെങ്കൊടി പിടിക്കുന്ന സ്ത്രീകളെന്ന്. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഒരു ഭീഷണിയുടെ സ്വരവും. എല്ലാ പരിധിയും ലംഘിച്ചു. സൈബർ ബുള്ളിങ് നടത്തിയാൽ പണി നിർത്തി വീട്ടിൽ പോകുമെന്ന് കരുതേണ്ട. ഒരു തെറ്റും ചെയ്യാത്തവർക്കെതിരെ അസഭ്യ വർഷം നടത്തുകയാണ് എന്നും അതേപോലെ യൂത്ത് കോൺഗ്രസ് വളർത്തുന്ന ക്രിമിനൽ സംഘം എന്തും പറയുകയാണ്. യൂത്ത് കോൺഗ്രസും ഇറക്കിവിട്ട സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കണം. KSRTC മേയർ തർക്കത്തിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ഇടപെട്ട ആളാണ് താൻ. ഇതേ കാര്യം കോൺഗ്രസ് നേതാവ് ചെയ്താൽ വിപ്ലവ സിംഹമായി മാറുമായിരുന്നു. ആര്യ പൊളിറ്റിക്കൽ ബ്രാൻഡായി മാറരുത് എന്നാണ് ലക്ഷ്യം. ആര്യയ്ക്ക് പൂർണ്ണ പിന്തുണ. മേയർ എന്ത് തെറ്റ് ചെയ്തു എന്നും റഹീം ചോദിച്ചു. ആർഷോയുടെ പൂർവ്വകാല ചരിത്രം എടുത്തവർ എന്തുകൊണ്ടാണ് ഡ്രൈവറുടെ ചരിത്രം എടുക്കാത്തതെന്നും A.A. റഹീം ചോദിച്ചു. എന്തായാലും ചോദ്യങ്ങൾ മാത്രം കുറെ അധികം അങ്ങ് ഉന്നയിക്കുന്നുണ്ടല്ലോ. എന്തായാലും ഇതിനെല്ലാം ഉള്ള ഉത്തരമാണ് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ബസ്സിൽ നിന്നും എടുത്തു മാറ്റിയില്ലേ ആ മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡ് പറയും എല്ലാ കഥകളും. അതിലുണ്ട് എല്ലാത്തിനുമുള്ള ഉത്തരവും, നിങ്ങളെ ഉത്തരം മുട്ടിക്കാനുള്ള എല്ലാ ഉത്തരങ്ങളും.